പ്രദീപ് തന്നെ ഓൺമാൻ ഷോ. പ്രദീപ് തന്നെ അത് പ്രദീപിൻ്റെ പടം കണ്ട മിക്കതും പ്രദീപ് തന്നെയാണ് ഓൺമാൻ ഷോ. കൺഫേം മൂന്നാമത്തെ ബ്ലോക്ക് ബസ്റ്റർ. നല്ല സിനിമ, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല സിനിമയായിരുന്നു. ഡ്രാഗൺ ബൈ തന്നെ ഫൈറ്റ് അടിപൊളി. രണ്ടുപേരും ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു പഞ്ച് കുറഞ്ഞല്ലോ തോന്നി, പക്ഷേ എന്നാലും കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. വെൽക്കം ടു ട്രിവാൻഡ്രം ഫൈൻസ്. പ്രദീപ് രംഗൻ്റെയും നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം അമിതയുടെയും ഡ്യൂഡിൻ്റെ റിവ്യൂ എടുക്കണം നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് റിവ്യൂ എന്ന് നോക്കാം. നന്നായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കാത്ത ട്വിസ്റ്റുകളുണ്ട്. കൊള്ളാം, അത് മോശമൊന്നും പറയാനായിട്ട്. നല്ല സിനിമ, ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല സിനിമയായിരുന്നു. ട്രെയിലറിനപ്പോൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു, പക്ഷേ സിനിമ കണ്ടപ്പോൾ നല്ല മനസ്സിലായി. ഡ്രാഗൻ്റെ കോൺസെപ്റ്റ് ഇത് വേറൊരു കോൺസെപ്റ്റാണ്. നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. നന്നായിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട നമ്മുടെ പി ആറാണ് ഇഷ്ടപ്പെട്ടത്. നമിത കാലം കുറച്ചും കൂടെ എനിക്ക് പി ആറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ സിനിമയെ എലവേറ്റ് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ലൈക്ക് സിനിമ തീരുന്നവരെ സായുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, പൊളിയാണ്. പ്രേമലുവിന് ശേഷം കിടിലൊരു പടം മമിതയുടെ. ഇതിൽ എടുത്തു പറയേണ്ടത് ശരത് കുമാറിൻ്റെ ആക്ടിംഗ് ആണ്. പുള്ളിയുടെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. പുള്ളി ഫസ്റ്റ് ഹാഫ് പുള്ളിയുടെ കയ്യിലായിരുന്നു. സെക്കൻഡ് ഹാഫ് പുള്ളി പ്രദീപും എമോഷൻ സീൻസാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഫുള്ളും അത് കയ്യിലെടുത്തത് ശരത് കുമാറാണ്. എല്ലാം ഒരു മറ്റേ ഊരുംപിള്ളേട്ടിൻ്റെ പാട്ട് തന്നെ കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ മിക്കവാറും ഒന്നും കൂടെ കാണും. ഡ്രാഗനേക്കാൾ എനിക്ക് പേഴ്സണലി ഡ്രാഗനേക്കാൾ ഒരു പടി മേളിലാണ് പടം. ആക്ഷൻ ക്ലൈമാക്സിലും കുറച്ച് ഫൈറ്റ് അധികം കാണും, പക്ഷേ സിനിമ കണ്ടാലും നിങ്ങൾക്ക് അത് തോന്നുള്ളൂ. കാരണം എല്ലാവരും കണ്ടിരിക്കാൻ പടം കിടിലം പടം. നല്ല കോമ്പയാണ് അവർ. സിനിമ കൊള്ളായിരുന്നു. എന്താ പറയുക, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സ്റ്റഫ്. എന്നുവെച്ചാൽ ഒരാൾക്ക് ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാവണ കോമഡീസും അങ്ങനത്തെ പരിപാടിയാണ്. അത് തന്നെ ഇതിലും, പക്ഷേ കോൺസെപ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. ഡ്രാഗനാട്ടിലും കുഴപ്പമില്ലാത്ത പടമാണ്. ഇത് ഫുൾ കോമഡിയാണ്. ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഒപ്പീനിയൻ. ബാക്കിയുള്ളവർ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സെക്കൻഡ് ഹാഫ് വരേണ്ട സീനുകളൊക്കെ 10 മിനിറ്റ് തന്നെ വന്നായിരുന്നു. അപ്പോൾ എന്താണ് പടം എന്നുള്ളൊരിതായിരുന്നു. പടം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പടത്തിൻ്റെ ക്ലൈമാക്സ് ഫുൾ എമോഷൻസാണ്. എന്തായാലും പുള്ളിയുടെ ഹാർട്ട് ട്രാക്ക് വിജയമാണ്. അവർ തമ്മിൽ പുള്ളി ഇതുവരെ ചെയ്ത ഇത് മൂന്നാമത്തെ പടം. ബാക്കി 2 പേരിനും കാട്ടി ഇവർ 2 പേരുടെ പേര് നല്ല അടിപൊളി. ഇനിയും ഈ പേരിൽ പടങ്ങൾ വരാൻ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ഒരു കെമിസ്ട്രി 2 പേർക്കും തമ്മിലുണ്ട്. ഫാമിലി എൻ്റർടൈനറാണ്. മാസം അങ്ങനെയെന്നല്ല, ഒരു ഡ്രാഗൺ വൈബ് തന്നെയാണ്. പക്ഷേ കോൺസെപ്റ്റ് കുറച്ച് അവർ മാറ്റി പിടിച്ച് വേറൊരു കോൺസെപ്റ്റാണ്. പുള്ളിക്കാരൻ്റെ നല്ല മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. പുള്ളിക്കാരി കുറച്ച് ഇമോഷണൽ അത് പുള്ളിക്കാരിക്ക് വർക്കായിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇമോഷണൽ സീൻസും കോമഡിയേക്കാൾ ഇമോഷണൽ സീൻസ് കുറച്ചുകൂടെ വർക്കായിട്ടതായിട്ട് തോന്നി. സിനിമ കൊള്ളായിരുന്നു. എന്താ പറയുക, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സ്റ്റഫ്. പ്രദീപിൻ്റെ നോക്കണേ കഴിഞ്ഞ പടങ്ങൾ സെയിം പാറ്റേൺ, പക്ഷേ കോൺസെപ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റണം. ഒരു ഫാമിലി ഓറിയൻറ്റഡ് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പം എമോഷൻസ് തന്നെ ഇതിൽ കൂടുതലും എമോഷൻസാണ് ഇവർ സെക്കൻഡ് ഹാഫിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡയറക്ടർ. പ്രദീപ് തന്നെ ഓൺമാൻ ഷോ. പ്രദീപ് തന്നെ അത് പ്രദീപിൻ്റെ പടം കണ്ട മിക്കതും പ്രദീപ് തന്നെയാണ് ഓൺമാൻ ഷോ. മമിതയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. എന്താ പറയുക, അത് ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. അത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും.